ഈ ക്ലാസ്സിൽ നമ്മൾ കോട്ടിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും അതായത് കോട്ടാൻജൻ്റ് ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെയും ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോട്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു ഫംഗ്ഷൻ ഓർമ്മ ഉണ്ടോ? ഡൊമൈനും റേഞ്ചും എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. കോട്ട് എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ഡൊമൈൻ എന്തായിരുന്നു? ആർ മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എൻ പൈ വേർ എൻ ബിലോങ്സ് ടു സെഡ്. എൻ പൈ എന്നുള്ള പൈൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഡൊമൈനിൽ പെടില്ല. റേഞ്ച് എന്തായിരുന്നു? 6 തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഡൊമൈനും റേഞ്ചും. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? എക്സ് ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തണം? വൈ ആക്സിസിൽ എന്ത് അടയാളപ്പെടുത്തണം? ഓർമ്മ ഉണ്ടാവുക. നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും പഠിച്ചു കഴിഞ്ഞു അല്ലേ? സൈനും സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻജൻറ്റ് ഫംഗ്ഷൻ, സീക്ക് അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെയാണ് കോട്ട്. ഇത് മാത്രമേ നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എക്സ് ആക്സിസിൽ എന്താ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? π/2, പൈ, 3π/2, 2π, 5π/2 എക്സെട്ര അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് എന്ത് വരും? -π/2, -π, -3π/2, -2π എക്സെട്ര. വൈ ആക്സിസിൽ എന്തായിരുന്നു? 1, 2, 3, 4 എക്സെട്ര. -1, -2, -3 എക്സെട്ര. ഇനി പോയിന്റ്സ് എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഡൊമൈനിൽ 6 മൊത്തത്തിലുണ്ടോ? ഇല്ല. ഇതിൽ എക്സ് ഈക്വൽ ടു എൻ പൈ. എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിലും എന്താണ്? ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ പൈൻ്റെ ഏത് മൾട്ടിപ്പിൾസിലും ഡിഫൈൻഡ് അല്ല. അപ്പോൾ പൈൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ ഡോട്ടഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ പൈയിൽ വരയ്ക്കണം, 2πയിൽ വരയ്ക്കണം. പിന്നെ പൈൻ്റെ മൾട്ടിപ്പിൾ എൻ പൈ, n 0 ആകുമ്പോൾ എൻ പൈ എന്താവും? എൻ പൈയും 0 ആവും അല്ലേ? അപ്പോൾ 0 എന്നുള്ള ലൈൻ ഏതാ? ഇത് വൈ ആക്സിസിനല്ലേ 0 എന്നുള്ള ലൈൻ. അപ്പോൾ അതിനെ നമ്മൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് അടയാളപ്പെടുത്തുക. അതിനർത്ഥം എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ് കേട്ടോ. അപ്പോൾ അത് ആ ലൈന് പെടില്ല. പിന്നെ ഇവിടെ -π, പിന്നെ -2π. ഇനി ഇവിടെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ π/2. π/2ൻ്റെ വാല്യൂ എത്രയെന്ന് അറിയോ? കോട്ട് π/2 കാണുന്നുണ്ട്. കോട്ട് π/2. കോട്ട് π/2 എങ്ങനെ കാണുക? കോസ് π/2 ബൈ സൈൻ π/2 ആണ്. സൈൻ π/2 1 ആണ്. പക്ഷെ കോസ് π/2 എന്താണ്? 0. അപ്പോൾ 0/1 എന്താണ്? 0. അപ്പോൾ കോട്ട് π/2 എന്ത് കിട്ടും? 0. അപ്പോൾ സൈൻ കോസ് π/2, കോസ് 3π/2 അങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 5/2 കോസിൻ്റെ വാല്യൂ എന്താണ് വരിക? 0 ആണ് വരിക. അപ്പോൾ അതിലൊക്കെ എന്തായിരിക്കും? കോസ് 0 ആയി കഴിഞ്ഞാൽ കോട്ട് 0 ആവില്ലേ? അപ്പോൾ π/2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിലും എന്ത് വരും? 0 വരും. ഇനി ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഗ്രാഫ് ഇതേപോലെ ടാനിൻ്റെ പോലെയാണ് ഏകദേശം, പക്ഷെ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. എങ്ങനെയായിരുന്നു? ടാനിൻ്റെ ഗ്രാഫിൽ എന്തായിരുന്നു പ്രത്യേകത? ഓർമ്മ ഉണ്ടോ? ടാനിൻ്റെ ഗ്രാഫിൽ വേവ്സ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട്. ഇതെങ്ങനെയാണ്? ഇത് ഇങ്ങോട്ട് അല്ലേ? ആ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഇത് ഏതിൻ്റെ ഗ്രാഫാ? y ഈക്വൽ ടു കോട്ട് എക്സിൻ്റെ ഗ്രാഫാണ്. ഇനി ഏത് വരയ്ക്കണം? y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? കോട്ടിൻ്റെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എന്ത് അടയാളപ്പെടുത്തിയോ അത് ഇവിടെ വൈ ആക്സിസിൽ അടയാളപ്പെടുത്തണം. ഇനി കോട്ടിൻ്റെ ഗ്രാഫിൽ വൈ ആക്സിസിൽ എന്ത് അടയാളപ്പെടുത്തി അതിവിടെ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ എക്സ് ആക്സിസിൽ എന്താ അടയാളപ്പെടുത്തേണ്ടത്? 1, 2, 3, 4 എക്സെട്ര അല്ലേ? ഇങ്ങോട്ട് -1, -2, -3, -4 എക്സെട്ര. ഇങ്ങോട്ട് π/2, π, 3π/2, 2π, -π/2, -π, -3π/2 എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ഇവിടെ എന്താണ്? π/2 പൈൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ അല്ലേ ഡോട്ടഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ പൈൻ്റെ മൾട്ടിപ്പിൾസ് 0 അതിൽ പെടും. അപ്പോൾ ഈ എക്സ് ആക്സിസും അതിൽ പെടും. അപ്പോൾ അതിനെങ്ങനെ ഡോട്ടഡ് ലൈൻ വരയ്ക്കാൻ അങ്ങനെ പോയിൻറ്റ്സിനെ അടയാളപ്പെടുത്തിയാൽ മതി. പിന്നെ പൈൻ്റെ മൾട്ടിപ്പിൾസ് എവിടെയൊക്കെയാണ്? ഇവിടെ പൈ വരുന്നുണ്ട്, ഇവിടെ 2π വരുന്നുണ്ട്, ഇനി ഇവിടെ -π. ഇനി ഇവിടെ എങ്ങനെ ഗ്രാഫ് കിട്ടുക എന്ന് വെച്ചാൽ π/2 എന്താണ്? കോസ് 0 ആയതുകൊണ്ട് കോട്ട് ഇൻവേഴ്സും ഒക്കെ 0 ആവും. ഇനി ഇവിടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ ഇത് നമ്മളങ്ങനെ പഠിച്ചു വെക്കണം. അല്ലാതെ നമുക്ക് പോയിന്റ്സ് വെച്ചിട്ട്, അതായത് വാല്യൂസ് അറിഞ്ഞാൽ, ഓരോ പോയിന്റിലുള്ള വാല്യൂസ് അറിഞ്ഞാൽ നമുക്കിത് വരച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെ കിട്ടുകയെന്ന് പറയുന്നത്, y ഈക്വൾ ടു കോട്ടെക്സ് എന്നുള്ള ഗ്രാഫിൽ y ഈക്വൾ ടു എക്സ് എന്നുള്ള ലൈൻ ഏതാ? ഇതാണ് y ഈക്വൾ ടു എക്സ് എന്നുള്ള ലൈന്. അപ്പോൾ y ഈക്വൾ ടു എക്സ് എന്നുള്ള ലൈനിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഗർ കിട്ടുമെന്നാണ് പറയുന്നത്? y ഈക്വൾ ടു കോട്ട് ഇൻവേഴ്സിൻ്റെ ഫിഗർ. അപ്പോൾ ഗ്രാഫുകൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.